കർണാടകയിലെ എലോദഹള്ളിയിൽ 41-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. അതിക്രമം നടത്തിയ 10 യുവാക്കളും ബസവപട്ടണത്തിന്റെ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ശീതളപാനീയത്തിൽ മദ്യം കലർത്തി നൽകിയ ശേഷമായിരുന്നു പീഡനം. വിവരങ്ങളുമായി ആനന്ദ് മോഹൻ ചേരുന്നുണ്ട്. ആനന്ദ്, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? കർണാടകയിൽ നിന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. കർണാടകയിൽ 41-കാരിയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ശീതളപാനീയത്തിൽ മദ്യം കലർത്തി നൽകിയ ശേഷമായിരുന്നു ഈ അതിക്രമം നടത്തിയത്. അതിൽ പ്രതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 10 യുവാക്കളാണ് ഈ അതിക്രമം നടത്തിയത്. വാർത്തയുടെ വിവരങ്ങളുമായി ആനന്ദ് മോഹൻ ചേരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്നും. ആനന്ദ്, എന്താണ് വിവരങ്ങൾ? ഗൗതം, ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ ജൂൺ 3-ാം തീയതി വൈകുന്നേരത്തിനും 4-ാം തീയതി പുലർച്ചയ്ക്കും ഇടയിൽ നടന്ന ഒരു സംഭവമാണ്. ഭർത്താവുമായിട്ട് വ്യക്തിപരമായി പിണങ്ങി, ചില കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പിണങ്ങി തൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഒരു 41-കാരി. ആ 41-കാരി ആദ്യം 2 യുവാക്കൾ സമീപിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. കരഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ നടന്നു പോരുന്നത്. അവരെ കാര്യങ്ങൾ ചോദിച്ച് ആശ്വസിപ്പിച്ച് അവരെ വീട്ടിലെത്തിക്കാം എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് കൂടിയ ശേഷം അവരെ ഒരു ശീതളപാനീയം കൊടുക്കുന്നുണ്ട്. ഈ ശീതളപാനീയം കുടിച്ചതോടുകൂടി ഈ സ്ത്രീ അബോധാവസ്ഥയിലാവുകയാണ്. പിന്നെ തൊട്ടടുത്തുള്ള ഒരു കൃഷിഫാമിൽ എത്തിച്ച് ഈ 2 പേരും ചേർന്ന് അവരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം ഇവരുടെ സുഹൃത്തുക്കളായ 8 പേരെ കൂടി വിളിച്ചു വരുത്തി അതിക്രൂരമായി ഈ സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ആ ദൃശ്യങ്ങളടക്കം എല്ലാം റെക്കോർഡ് ചെയ്ത് ആ ഗ്രാമത്തിലാകെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ദേവനഗരെ എന്ന് പറയുന്ന ജില്ലയിലെ എലോദഹള്ളിയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. ബസവപട്ടണ പോലീസാണ് പിന്നീട് ജൂൺ 8-ാം തീയതി ഈ സ്ത്രീ ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുന്നത് കണ്ട് മാനസികമായി തകർന്ന ഈ സ്ത്രീ തൻ്റെ സഹോദരനോട് ഈ വിവരങ്ങൾ പറയുകയും അവർ 2 പേരും ബസവപട്ടണ പോലീസിലെത്തി ഈ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ 10 പേരെയും പിടികൂടാൻ ബസവപട്ടണ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിക്രൂരമായ സംഭവമാണ് കർണാടകയിൽ നടന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നത്. ഗൗതം, ശരി, ജൂൺ 3-ന് ഉണ്ടായ സംഭവത്തിൻ്റെ വിവരങ്ങളാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.